ത്വമായിരിക്കുന്ന കർത്താവെ തന്റെ കൂട്ടാളിയെ ഇന്ന് അവിടുന്ന് കർത്താവെ നൽകി ആ കുടുംബത്തിൻ്റെതായിരിക്കുന്ന ഭദ്രത ഉറപ്പുവരുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാല നിരദാസന്മാരായി ഞങ്ങൾ ഒന്നിച്ചേർന്ന് നിന്റെ മകനെ അനുഗ്രഹിക്കുന്നു. കർത്താവെ ശാലുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ മകളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ കർത്താവെ. നിന്റെ വിശ്വസ്തതയ്ക്കായും നിന്റെ കൃപകൾക്കായും സ്തോത്രം. നീ കർത്താവെ കൊടുത്ത എല്ലാ നന്മകൾക്കും സ്തോത്രം ചെയ്യുന്നു. യേശുവുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമസ്ഥയായി കർത്താവെ ജീവിപ്പാനും കുടുംബത്തിൽ അനുഗ്രഹിക്കപ്പെടുവാനും ദൈവം ഇടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ നൽകിയതായിരിക്കുന്ന കർത്താവെ കുടുംബം ഏറ്റവും ശ്രേഷ്ഠമായി കാണുവാൻ ദൈവം ഇടയാക്കിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യത്താൽ നിറയ്ക്കണമേ. നിന്റെ മക്കൾ ചെന്ന് ചേരുന്നിടത്ത് അവരുടെ അനുഗ്രഹമായിരിക്കാൻ, അവർ അറ്റൻഡ് ചെയ്യുന്ന സഭകൾക്ക് അവർ അനുഗ്രഹമായിരിക്കാൻ, ദേശത്തിന് നന്മയ്ക്ക് അവർ കാരണമായിരിക്കാൻ കർത്താവ് ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസന്മാരായ ഞങ്ങൾ ഒന്നിച്ചേർന്ന് ഇവരെ കർത്താവെ നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ അനുഗ്രഹമായിരിക്കാൻ ഇടയാക്കണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ദൈവദാസന്മാർക്കിരിക്കാം. ഈ അവസരത്തിൽ നിങ്ങൾ രണ്ടുപേരും കടന്നുപോയി സഭാ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുവാൻ എൻ്റെ കണ്ണ് ഓർപ്പിക്കുന്നു. പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിച്ചു കേട്ടത് ഇവർ ഇനി മേലാൽ രണ്ടല്ല ഒന്നാണെന്നും, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുതെന്നും തിരുവചനം പറയുന്നു. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഇന്ന് പകൽക്കാലം എനിക്ക് സന്തോഷമുണ്ട്. പ്രിയ റോബിനും ഷാലുവും ദൈവസന്നിധിയിൽ ഒരു കുടുംബമായി തീർന്നിരിക്കുന്നു. അവർ ഇന്നു മുതൽ ഭാര്യ ഭർത്താക്കന്മാരായി അറിയപ്പെടുന്നതാണ്. ഒരു ക്രിസ്തീയ കുടുംബം കൂടെ പിറന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ കരങ്ങളടിച്ച് നമ്മുടെ സമൂഹത്തിലേക്ക് ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും. സങ്കീർത്തനം 128 ഇപ്പോൾ വായിക്കട്ടെ. സാംസ് 128. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിൻ്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. 1 പത്രോസ് 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവരിൽ വല്ലവരും വചനമനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ
ചേർന്ന് വരുവാനിടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും ശാന്തതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെയായിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കൾ ആയിത്തീരുന്നു. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ. അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായിട്ട് കർത്തദാസൻ. ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവൻ, ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവൻ, സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ. വാഴ്ത്തുവിൻ, കരം വാഴ്ത്തുവിൻ, വാഴ്ത്തുവിൻ, കരം വാഴ്ത്തുവിൻ. ഏകൻ ത്രിയേകനാകും സ്നേഹ സ്വരൂപിയെന്നും, ഏകൻ ത്രിയേകനാകും സ്നേഹ സ്വരൂപിയെന്നും, ഇത് ഈ മംഗളങ്ങൾ മേന്മേലായി. വാഴ്ത്തുവിൻ, കരം വാഴ്ത്തുവിൻ, വാഴ്ത്തുവിൻ, കരം വാഴ്ത്തുവിൻ. ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവൻ, ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവൻ, സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ. സിയോനിൽ നിന്നിവരെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും കണ്ണുകൾ അടച്ച് തലകളെ വണക്കി നമുക്ക് പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാം. ദൈവകൃപയുടെ മേൽ പകരപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട്, ദൈവകൃപ കൊണ്ട് ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ കർത്താവേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ പിന്നെയും കടന്നു വരികയാണ്. ഈ റൂബിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം നിന്റെ കൃപയിൽ നീ മറച്ചതുവരെ നീ കാത്ത് പരിപാലിച്ച് നടത്തിയ ദൈവത്തിന്റെ എല്ലാ അവിടുത്തെ കൃപയിൽ നിന്റെ മകൾ ഇത്രത്തോളം നീ പരിപാലിച്ച് നൽകിയ എല്ലാ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. നീ കൊടുത്ത ആരോഗ്യത്തിനായി, സൗഖ്യത്തിനായി, നന്മകൾക്കായി, വിദ്യാഭ്യാസത്തിനായി, ഉപജീവനത്തിന്റെ വഴികൾക്കായി കർത്താവേ ഞങ്ങൾ അങ്ങ് സ്തുതിക്കട്ടെ. അവിടുത്തെ സമയമായപ്പോൾ നിന്റെ മക്കൾക്ക് ഒരുമിച്ച് കുടുംബസ്ഥരായി തീരുവാൻ തക്കവണ്ണം ദൈവം കർത്താവ് നിന്റെ മക്കളെ കുടുംബമായി അവിടുത്തെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിന്റെ ഉറവിടമായ ദൈവമേ, നിന്റെ ഈ അനുഗ്രഹങ്ങൾ ഇന്ന് പകൽക്കാലം ഈ കുടുംബത്തിന്റെ മേൽ പകർന്ന് ദൈവം അവരെ ആശീർവദിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തലമുറ തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതമായിരിക്കാൻ, നീ ഞങ്ങളുടെ ബലമായിരിക്കാൻ കർത്താവിന്റെ കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം കുടുംബത്തെ ഏൽപ്പിച്ച് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അബ്രഹാമിനോട് കൂടെ സാർ അനുഗ്രഹിച്ചവനായ ദൈവമേ, ഇസ്ഹാക്കിനോട് റബേക്കയെ അനുഗ്രഹിച്ചവനായ ദൈവമേ, യാക്കോബിനോട് കൂടെ റാഹേലിനെ അനുഗ്രഹിച്ചവനായ ദൈവമേ, അനുഗ്രഹിച്ചവനായ ദൈവമേ, ഇന്ന് പകലിന് അവിടുത്തെ അനുഗ്രഹിക്കുന്നതിന്റെ കാര്യം നിന്റെ മക്കളുടെ മേൽ വെച്ച് അവിടെ ആശീർവദിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കും. ദാസന്മാരായി ഞങ്ങൾ ചേർന്ന് ഒരുമിച്ച് പിതാവിന്റെ നൽകി അനുഗ്രഹങ്ങൾ നൽകി നീ അവരെ ആശീർവദിക്കേണ്ടതിനായി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവർ മുഖാന്തരമായി അവിടുത്തെ നാം മഹത്വപ്പെടുവാൻ, കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ, ഇരു സഭ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആശംസ അറിയിക്കുവാനായിട്ട് കുറ്റപ്പുഴ ക്രിസ്ത്യൻ അസംബ്ലിയിൽ നിന്ന്
പ്രിയ വർഗീസ് ഫിലിപ്പങ്കിളിനെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. നാമം മഹത്വപ്പെടട്ടെ. വേദിയിലായിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠ ദൈവദാസന്മാർക്കും വന്നുകൂടിയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് രണ്ട് വ്യത്യസ്ത ഭവനങ്ങളിൽ, രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിച്ച്, ഒരാൾ തിരുവല്ലായിൽ വളർന്നു ജനിച്ചു പഠിച്ചു, വേറൊരാൾ തൃശ്ശൂര്, പ്രിയ റോബിന് തിരുവല്ലായിലും പ്രിയ ഷാലുമോളെ തൃശ്ശൂരിലും അതുപോലെ USA ഒക്കെ കഴിഞ്ഞു. ഞാൻ ഈ വചനം കേട്ടപ്പോൾ രണ്ട് കാര്യം. ഒന്ന്, ചെറുക്കനും പെണ്ണും എന്ന് പാസ്റ്റർ കെ എബ്രഹാം പറഞ്ഞപ്പോൾ ആ ചെറുക്കനായി തന്നെ സകലവിധമായിട്ടുള്ള കഴിവും ദൈവം തരട്ടെ. ടേക്ക് കെയർ ഓഫ് എ ഹൗസ്. ഹൗ യു നോ ദാറ്റ് ഒരു ഭാര്യയെ എങ്ങനെയാണ് കരുതേണ്ടതെന്നും ഷെയർ ചെയ്യേണ്ടതെന്നും ദൈവം നിങ്ങളെ മനസ്സിലാക്കി തരട്ടെ. അതുപോലെ തന്നെ ഡോക്ടർ TP വർഗീസ് സാർ പറഞ്ഞതുപോലെ തന്നെ ആ മാംസത്തോട് ചേർന്ന ഒരു വ്യക്തിയാണ്. ബി ഫ്ലെക്സിബിൾ. ഗോഡ് ബ്ലസ് യു. കുറ്റപ്പുഴ ക്രിസ്ത്യൻ അസംബ്ലിയുടെ ഒരു മെമ്പറാണ് ഞാൻ. പ്രിയപ്പെട്ട റോബിൻ കുടുംബമായി അല്ലെങ്കിൽ അവരുടെ എല്ലാവരും കുറ്റപ്പുഴ ക്രിസ്ത്യൻ അസംബ്ലിയുടെ മെമ്പേഴ്സാണ്. കുറ്റപ്പുഴ ക്രിസ്ത്യൻ അസംബ്ലിയിലെ എല്ലാ ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാ ആൾക്കാരെയും പ്രതികരിച്ചുകൊണ്ട് സകലവിധമായിട്ടുള്ള അനുഗ്രഹ ആശംസകളും നേർന്നുകൊണ്ട് ജീവിതത്തിൽ നിങ്ങളെ ഒരു വഴികാട്ടിയായി സർവശക്തൻ യോജിപ്പിച്ചത് നിങ്ങളെ അത് ഏറ്റെടുക്കണം. അതിൻ്റെ പ്രത്യേകമായി ഇത് ചെറുതാണെങ്കിലും വളരെ വാല്യുബിളാണ്. യു മസ്റ്റ് യൂസ് ദിസ് വൺ അറ്റ്ലീസ്റ്റ് when you reach wherever you are there in USA or anything. God bless you. രണ്ടുപേരും വായിച്ചാട്ടെ. God bless you മോളെ. God bless you. Thank you. പ്രാരംഭമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിന് നന്ദി പറയുകയാണ്. ഈ നിമിഷം ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന മറ്റാരെയുംക്കാൾ ധന്യതയുള്ളത് എൻ്റെ മനസ്സിനാണ്. വളരെ സ്വാർത്ഥകമായൊരു ജന്മമായിട്ടാണ് ഈ നിമിഷങ്ങളെ ഞാൻ കാണുന്നത്. ഞാൻ ആംഗ്ലിക്കൻ ചർച്ചിലെ ഒരു പുരോഹിതനാണ്. ദീർഘകാലം അത്തരത്തിൽ സേവനമനുഷ്ഠിച്ചു. എൻ്റെ സഹോദരങ്ങളുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. എൻ്റെ സഭയുടെ അംഗങ്ങളുടെ സാന്നിധ്യമുണ്ട്. ദൈവമക്കളുടെ സാന്നിധ്യമുണ്ട്. എന്നോടൊപ്പം അമേരിക്കയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ദേവദാസൻ്റെ സാന്നിധ്യമുണ്ട്. പാസ്റ്റർ വർഗീസ്, അതുപോലെ എൻ്റെ ആത്മസ്നേഹിതൻ പാസ്റ്റർ കെ എബ്രഹാമിൻ്റെ സാന്നിധ്യമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം എന്നെ ഒരുപാട് സംതൃപ്തനാക്കുന്നു. കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഒരുപാട് കാരണങ്ങളായത് മാറുകയാണ്. ഷാലു എൻ്റെ മകള് എന്ന ആ ഒരു പരിമിതി വെച്ച് ഞാൻ പറയുകയാണ്, എൻ്റെ അഭിമാനമാണ്. അവളെൻ്റെ അഭിമാനമാണ്. കഴിഞ്ഞ 27 വർഷം ഒരപ്പനും ദുഃഖമുണ്ടാകാത്ത ഒരു ജീവിതം നയിക്കുക, അത് ബുദ്ധിമുട്ടാണ്. വേദന കൊടുക്കാത്തൊരു ജീവിതം നയിക്കുക, അത് ബുദ്ധിമുട്ടാണ്. എന്നാൽ എൻ്റെ മകൾക്കത് കഴിഞ്ഞു. ഒരേ ഒരു മകളാണ് എനിക്ക് 2 ആൺകുട്ടികളാണ് പിന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവൾ അഭിമാനമാണ്. അവളുടെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് സംതൃപ്തിയുണ്ട്, അഭിമാനമുണ്ട്. അവളുടെ കർമ്മക്ഷമതയിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഷീ ഈസ് വെരി പൊട്ടൻഷ്യൽ. വളരെ കാര്യങ്ങളെ വളരെ ഔചിത്യത്തോടെ ചെയ്യാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയാണ്. അവരുടെ ജീവിതം ധന്യമായി തീരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ അവരെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്തിന് നന്ദി പറയുന്നു. വോട്ടോ താങ്ക്സ് അറിയിപ്പാനായിട്ട് റോഷൻ വർഗീസിനെ ക്ഷണിക്കുന്നു. വേദിയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന നിങ്ങളെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രതിസന്ധികളിൽ നമ്മെ കൈവിടാത്തവൻ, കഷ്ടങ്ങളിൽ ഏറ്റവും നല്ല തുണ, അതാണ് നാം വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. റോബിനും ഷാലുവും ഈ വിവാഹം നിശ്ചയിച്ച സമയം മുതലല്ല, അവർ അമ്മയുടെ വയറ്റിൽ ഉരുവായ നിമിഷം മുതൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഈ നിമിഷം വരെയും ആ ദൈവകൃപയിൽ അവരായിരുന്നു. പാസ്റ്റർ പ്രസംഗിച്ചതുപോലെ ഒരു തേങ്ങയുടെ 2 മുറിയായി ലോകത്തിൻ്റെ 2 കോണിൽ കിടന്നപ്പോഴും അവിടുന്ന് അവരെ ഒന്നാക്കി തീർത്ത ഈ നിമിഷം വരെയും അവരുടെ ദൈവത്തിൻ്റെ കൃപ അവരോട് കൂടെയിരുന്നു. തുടർന്നും
അവരുടെ കുടുംബജീവിതത്തിലും ആ ദൈവകൃപ വ്യാപരിക്കണം. അതിനുവേണ്ടി ഞാൻ എൻ്റെ ദൈവത്തിനെ നന്ദിയോടെ സ്തുതിക്കുകയും ഓർക്കുകയും ചെയ്യുന്നു. ഒപ്പം ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഒക്കെയും കടന്നു വരികയും ഈ ചടങ്ങിനെ ആശീർവദിക്കുകയും ഒക്കെയും ചെയ്ത നമ്മുടെ ശ്രേഷ്ഠ ദൈവദാസന്മാർ, അവരോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. വിശേഷാൽ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുകയും ഈ കല്യാണത്തിന് ആവശ്യമാകുന്ന ഉപദേശങ്ങളും സഹായങ്ങളും എല്ലാം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളോട് കൂടെ നിന്ന AG ചർച്ചിൻ്റെ പാസ്റ്റർ സാജൻ സാമുവൽ, അവർകളോടുമുള്ള നന്ദി അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് നമ്മൾക്ക് നൽകി തന്ന പാസ്റ്റർ K. എബ്രഹാം, ഈ ചടങ്ങിനെ ആശീർവദിച്ച പാസ്റ്റർ TP വർഗീസ് അവർകൾ, സങ്കീർത്തനം വായിച്ച് നമ്മളെ സഹായിച്ച പാസ്റ്റർ MM വർഗീസ്, തുടർന്ന് സ്റ്റേജിലായിരിക്കുന്ന എല്ലാ ദേവദാസന്മാരും, കടന്നു വന്ന എല്ലാ ദേവദാസന്മാരും, പ്രാർത്ഥനയിൽ നമ്മെ ഓർക്കുകയൊക്കെയും ചെയ്ത പാസ്റ്റർ സുഭാഷ് കുമരകം, പാസ്റ്റർ അനീഷ് പത്തനംതിട്ട, പാസ്റ്റർ റെനി മാവിളയിൽ, എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുന്നു. അവരോടുള്ള നന്ദിയും ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. അതുപോലെ നമ്മളിവിടെ കടന്നു വന്ന സമയം മുതൽ നല്ല ഗാനങ്ങൾ പാടി നമ്മെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത കൊയർ ടീം, ദേ ആർ ഫ്രം കുമ്പനാട്, തെഹ്ലിം സോങ് ഓഫ് പ്രൈസ് ഗോസ്പൽ മ്യൂസിക് കുമ്പനാട്, അവരോടുമുള്ള നന്ദി ഞാൻ എൻ്റെ വ്യക്തിഗതമായതും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ റോബിനും ഷാലും ഒക്കെ എഴുന്നേൽക്കുന്നതിന് മുൻപേ കടന്നു വന്ന ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ്, അവരെ ഈ ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സുമാണ് തട്ടി എഴുന്നേൽപ്പിച്ചതെന്നാണ് ഞാൻ ഇന്ന് അറിഞ്ഞത്. അങ്ങനെ അവരോട് കൂടെ നിന്ന് അവരുടെ ഈ ചടങ്ങിനെ ഒപ്പിയെടുക്കുവാൻ അവരോട് കൂടെ നിന്ന് സഹായിച്ച എല്ലാ ഫോട്ടോഗ്രാഫേഴ്സ്, വീഡിയോഗ്രാഫേഴ്സ്, അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൽ നിന്ന് കടന്നു വന്ന ഈ ചടങ്ങിന് ലൈവ് സ്ട്രീമിംഗ് ഫെസിലിറ്റി ഒരുക്കി തന്ന ഏഷ്യാനെറ്റിൽ കടന്നു വന്ന റിജോ ആൻഡ് ഫ്രണ്ട്സ്, അവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. തുടർന്ന് ഈ ചടങ്ങ് ഇവിടെ നടത്തപ്പെടുവാൻ തക്കവണ്ണം ഈ ഹോൾ നമുക്ക് ഒരുക്കി തരികയും വിട്ടുതരികയും ചെയ്ത സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് സഭയോടും മാനേജ്മെൻറ്റിനോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. എല്ലാത്തിലും ഉപരിയായി സർവശക്തനോട് ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിക്കുന്നു. ഇവിടെ കടന്നു വന്ന എല്ലാവരോടും എൻ്റെ വ്യക്തിഗതമായും എൻ്റെ കുടുംബത്തിൻ്റെയുമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിച്ചുകൊള്ളും. എത്രത്തോളം ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിച്ചല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, മനോഹരമായ ദിവസത്തിൻ്റെ ഈ സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹപ്പെട്ടതായ വിവാഹ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി ഇന്ന് നടക്കുവാൻ അവിടുന്ന് സഹായിച്ച ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇന്ന് കർത്താവെ പുതിയ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതായ എൻ്റെ മക്കളായ പ്രിയ റോബിൻ, കർത്താവെ ശാലുമോൾ, എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ മേലാൽ രണ്ടല്ല ഒന്നത്ര എന്നുള്ള ദൈവിക തത്വത്തിൽ അവർ കർത്താവെ അനുഗ്രഹപ്പെട്ടതായ ഒരു കുടുംബജീവിതത്തിലേക്ക്, അതിൻ്റെ പദവിയിലേക്ക് പ്രവേശിക്കുന്നതായ നിന്റെ മക്കളെ ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം നിലയുള്ളതായ ആത്മീയ, ഭൗതിക, ശാരീരികമായ എല്ലാ സൗഖ്യങ്ങളും സന്താന വർദ്ധവനും നൽകി നീ അവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദേശത്തിനും സഭയ്ക്കും രാജ്യത്തിനും അവരുടെ ചർച്ചിനും കുടുംബത്തിനും അനുഗ്രഹപ്പെട്ടവരായി തീരുവാൻ ദൈവം അവരെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ശുശ്രൂഷയ്ക്ക് നിർവഹിക്കുവാൻ നേതൃത്വം നൽകിയ അങ്ങയുടെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മെസ്സേജ് നൽകിയ അങ്ങയുടെ വലിയൊരു ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ ശുശ്രൂഷ ആശീർവദിച്ച അവിടുത്തെ വലിയൊരു ദാസന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയെല്ലാം ഭംഗിയായി നിർവഹിക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവ് നിയന്ത്രണത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കുവാൻ അവിടുന്ന് സഹായിച്ചതിനായി സ്തുതിക്കുന്നു. കർത്താവേ, ഇരുഭാഗത്തു നിന്നും കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി, ബന്ധുമിത്രാദികൾക്കായി, സഹവിശ്വാസികൾക്കായി, കർത്താവേ, വിദൂര രാജ്യത്തു നിന്നും കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച കൊയറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയിലെ എത്രത്തോളം ദൈവമേ അവിടുന്ന് അനുഗ്രഹിച്ചതിനായി സ്തുതിക്കുന്നു. തുടർന്നുള്ള സമയങ്ങളിലും ദൈവസാന്നിധ്യ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. ആദ്യയുടെ അവസാനം ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. സർവമാനവും മഹത്വവും തിരുമേനിക്ക് തരുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസി വഴിതെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നമ്മോടും നമ്മോർത്ത് പ്രാർത്ഥിച്ച കാര്യങ്ങളോടും ഇന്ന് വിഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതായ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതായ നിന്റെ മക്കളോട് കൂടെയും കർത്താവേ എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.